ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ പേ ലേറ്റർ. 2 ദിവസമായി കുറുവ സംഘങ്ങൾ ഷൊർണൂരിലും പരിസര പ്രദേശങ്ങളിലുമുണ്ടെന്ന സന്ദേശത്തിൽ വെട്ടിലായി പോലീസ്. ദിവസവും നിരവധി കോളുകളാണ് പോലീസ് സ്റ്റേഷനിലേക്കും പോലീസുകാരുടെ മൊബൈലുകളിലേക്കും എത്തുന്നത്. വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്ന് വന്ന കോളുകളുടെ അടിസ്ഥാനത്തിൽ പോലീസ് എത്തുമ്പോൾ അവിടെ കാണുന്നത് കുറുവ സംഘവുമായി ബന്ധമില്ലാത്തവരെ. തിങ്കളാഴ്ച മാത്രം 2 പേരെ പോലീസ് പിടികൂടി സ്റ്റേഷനിൽ എത്തിച്ച് ചോദ്യം ചെയ്തപ്പോൾ മാനസിക വെല്ലുവിളി നേരിടുന്ന ആളുകളായിരുന്നു അവർ. ഇതോടെ പോലീസ് കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും ചൊവ്വാഴ്ചയും നിരവധി കോളുകളെത്തിയെന്ന് പോലീസ് പറയുന്നു. ചൊവ്വാഴ്ച ഉച്ചയോടെ ഷൊർണൂർ ടൗണിലെ പള്ളിക്ക് സമീപം ഷർട്ടില്ലാതെ നിൽക്കുന്നയാളെ കേന്ദ്രീകരിച്ചായിരുന്നു സംശയമുന്നയിച്ച കോളുകൾ. കുറുവ സംഘം എത്തിയിട്ടുണ്ടെന്നും ചെറുതുരുത്തി പോലീസിൽ ഏൽപ്പിച്ചെന്നുമുള്ള സന്ദേശങ്ങളും പരക്കുകയാണ്. പള്ളിക്കൽ കടവത്തൊടി ഭാഗത്തുനിന്നും ഈ ഫോട്ടോയിൽ കാണുന്ന വ്യക്തിയെ സംശയാസ്പദമായ സാഹചര്യത്തിൽ വീടുകളും വഴികളും ഒക്കെ കണ്ടുവെക്കുന്നതായി അറിഞ്ഞ് അയാളെ പിടികൂടി ചെറുതുരുത്തി സർക്കിൾ ഇൻസ്പെക്ടർക്ക് കൈമാറിയിട്ടുണ്ട്. ഇയാളുടെ കയ്യിൽ ഒരു കവറും ആ കവറിനകത്ത് ഒരു കമ്പി അടക്കമുള്ള സാധനങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ മുഴുവൻ പരിസരവാസികളും ശ്രദ്ധിക്കണമെന്ന് അറിയിക്കുകയാണ്. അതോടൊപ്പം അയാളിൽ നിന്ന് കിട്ടിയ വിവരം അനുസരിച്ച് അയാളുടെ ഒരു സുഹൃത്ത് അയാളോടൊപ്പം ഇവിടെ വന്നിട്ടുണ്ടെന്നാണ് അറിഞ്ഞത്. അപ്പോൾ ആ നിലക്ക് കൃത്യമായി എല്ലാവരും ജാഗ്രത പാലിക്കണമെന്ന് അറിയിക്കുകയാണ്. വീടിന് പുറത്ത് രാത്രി ശബ്ദം കേട്ടാലും പുറത്തിറങ്ങരുതെന്നുള്ള ശബ്ദ സന്ദേശങ്ങൾ ആശങ്കയുളവാക്കുന്നതാണെന്നും അനാവശ്യ ഭീതി പരത്തരുതെന്നും പോലീസ് അറിയിച്ചു. പോലീസിനു പുറമെ മാധ്യമപ്രവർത്തകർക്കും കുറുവ സംഘം എന്ന പേരിൽ ഫോട്ടോകളും ശബ്ദ സന്ദേശങ്ങളും വരുന്നുണ്ട്. ഇതില് കണ്ണ് തുറച്ചു നിൽക്കുന്ന ആള് താടിയില്ല, അവനെ കെട്ടിയിട്ടുണ്ട്, അടിച്ച് പോലീസിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. മറ്റോ ഗണേശ്ഗിരി ഭാഗത്തേക്കാണ് ഓടി ഇറക്കണത്, ഇപ്പോഴുണ്ടായി ഇറക്കണത്. അപ്പൊ എല്ലാരും ആ ഭാഗത്തുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. എന്തെങ്കിലും നായ്ക്കളെ ആവശ്യമില്ലാതെ കുറയ്ക്കുക ചില ആളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് അലേർട്ടായിരിക്കണം. ഈ ആള് ഇന്ന് രാവിലെ പൊതുവാൾ ജംഗ്ഷനിലുണ്ടായിരുന്നു, ഓട്ടോ സ്റ്റാൻഡിൽ. അതിൻ്റെ ശേഷമാണ് ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞത്. അപ്പോൾ ഈ നമ്മുടെ പൊതുവാൾ ജംഗ്ഷൻ ചുടുവാഴത്തെ ഒരു പ്രദേശത്തുണ്ട് ഇയാള്. ഇത് കുറുവ സംഘങ്ങളിൽ പെട്ട 2 പേരാണ്. നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. രാത്രി എന്ത് ശബ്ദം കേട്ടാലും വാതിൽ തുറക്കരുത്. അതേപോലെ തന്നെ വല്ല മുളക് പൊടിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെള്ളത്തിൽ കലക്കി വയ്ക്കുക, എന്തെങ്കിലും കയ്യെത്താവുന്ന ദൂരത്തിൽ വയ്ക്കുക, ഫോണൊക്കെ കയ്യെത്താവുന്ന ദൂരത്തിൽ വയ്ക്കുക. അങ്ങോട്ട് ഇങ്ങോട്ട് പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയ രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇത് 2 പേര് ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. 2 പേരും ഇവർ കൊല്ലും, വേറൊന്നും ചെയ്യില്ല. ആദ്യം തന്നെ കൊന്നിട്ട് അവരിപ്പോൾ തപ്പൽ നടക്കുള്ളൂ. ഇതെല്ലാം പരിശോധിക്കുമ്പോൾ ഇത്തരം സന്ദേശങ്ങൾ അനാവശ്യമായി പ്രചരിപ്പിക്കുകയാണെന്ന് പോലീസ് പറയുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം സന്ദേശങ്ങൾ പ്രചരിപ്പിക്കരുതെന്നും നാട്ടുകാരിൽ ആശങ്കയുണ്ടാക്കുന്നുണ്ടെന്നും ഇൻസ്പെക്ടർ പി രവികുമാർ പറഞ്ഞു. കുറുവ സംഘങ്ങളൊന്നും ഷൊർണൂർ എത്തിയതിന് തെളിവുകളോ സംശയങ്ങളോ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ലെന്നും പോലീസ് അറിയിച്ചു. ആരോഗ്യത്തോടെ ഇരിക്കാം, മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ്. ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ്, ഷൊർണൂർ. .വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.